Namaskaram. The next definition is person. The definition of person is important because the persons or entities covered under this definition is to pay income tax. They are covered under the provisions of income tax. അപ്പോൾ അടുത്ത ഡെഫിനേഷൻ പേഴ്സൺ എന്ന ഡെഫിനേഷനാണ്. ഈ പേഴ്സൺ എന്ന ഡെഫിനേഷനിൽ എന്തൊക്കെ വരുന്നുണ്ടോ അവരൊക്കെ ഇൻകം ടാക്സ് അടയ്ക്കണം. ഓരോ ആക്ടിലും പേഴ്സൺ എന്ന ഡെഫിനേഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് പേഴ്സൺ? Which are the items, entities included under the term of person for income tax act? First, the person include an individual. Who is an individual? You know, individual is a human being, irrespective of age, sex, religion, citizenship, sane or insane, solvent or insolvent. All human beings are covered under the term individual. They are covered under person. സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, സോൾവെന്റ് ആയിക്കോട്ടെ, ഇൻസോൾവെന്റ് ആയിക്കോട്ടെ, സെയിൻ ആയിക്കോട്ടെ, ഇൻസൈൻ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് പേഴ്സൺസ്, മേജർ ആയിക്കോട്ടെ, മൈനർ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഇൻഡിവിജ്വൽസും ഇതിൽ ഉൾപ്പെടും. പേഴ്സൺ എന്ന ഡെഫിനേഷനിൽ ഉൾപ്പെടും. ദി ടേം ഇൻഡിവിജ്വൽ ഇറ്റ് ഇൻക്ലൂഡ്സ് human being irrespective of sex, age, religion, citizenship, etc. Next, Hindu undivided family, HUF, joint Hindu family. What is Hindu undivided family? Hindu Kutukudumbam. It consists of male members who are lineally descended from a common ancestor. ഒരു പൊതുവായ മുതുമുത്തച്ഛിൽ നിന്നും ലീനിയൽ ഡിസെൻഡഡ് സാമുദായിക ആചാരപ്രകാരമുള്ള കുടുംബ വ്യവസ്ഥകളിലൂടെ ഉണ്ടായ ആൺമക്കളും ആൻഡ് ഇൻക്ലൂഡ്സ് ദെയർ വൈഫ്സ്, ആ ആൺമക്കളുടെ ഭാര്യമാരും ആൻഡ് അൺമാരീഡ് ഡോക്ടേഴ്സ്. These persons are included under the term Hindu undivided family. ഒരു മുത്തച്ഛിൽ നിന്നും സാമുദായിക ആചാരപ്രകാരമുള്ള വിവാഹത്തിലുണ്ടായ ആൺമക്കളും അവരുടെ ഭാര്യമാരും വിവാഹം കഴിക്കാത്ത പെൺമക്കളും അടങ്ങിയതാണ് ഹിന്ദു കൂട്ടുകുടുംബം. ഫസ്റ്റ്, ദി ടേം പേഴ്സൺ ഇൻക്ലൂഡ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ, സെക്കൻഡ് Hindu undivided family, third a company, whether Indian or non-Indian company. You know what is company. Then fourth, a firm, partnership firm. You know, it is a relationship between two or more persons who agree to share profit or loss arising from a business carried by all or any one of them acting for all. തങ്ങൾ ഒരുമിച്ചോ തങ്ങൾക്ക് വേണ്ടി ഒരാളോ നടത്തുന്ന ബിസിനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം പങ്കുവെച്ചെടുക്കാവുന്ന കരാറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബന്ധമാണ് പാർട്ണർഷിപ്പ് ഫേം. ദി ടേം പേഴ്സൺ ഇൻക്ലൂഡ്സ് ഫേം ഓൾസോ. നെക്സ്റ്റ്, the term person includes association of person or a body of individuals. Association of person or a body of individuals. To a layman, both of these items are same. Both are group of persons. Association person അർത്ഥം എന്താണ്? പേഴ്സൺസിന്റെ കൂട്ടം. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അർത്ഥം എന്താണ്? ഇൻഡിവിജ്വൽസിന്റെ കൂട്ടം. ഒരു സാധാരണ വ്യക്തിക്ക് ഇത് രണ്ടും ഒന്നാണ്. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് രണ്ടായിട്ടും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് അസോസിയേഷൻ പേഴ്സൺ? ഇറ്റ് ഈസ് എൻ ഇന്റഗ്രേഷൻ ഓഫ് പേഴ്സൺ. പേഴ്സൺ മേ ബി ഇൻഡിവിജ്വൽ, ഫേം, കമ്പനി, എക്സെട്ര. ഇറ്റ്സ് എൻ ഇന്റഗ്രേഷൻ ഓഫ് പേഴ്സൺ ഫോർ എ മ്യൂച്വൽ ബെനിഫിറ്റ് ഓർ എ കോമൺ പർപ്പസ്. പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന പേഴ്സൺസ്. പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ മനുഷ്യന്മാർ വരും, ഫേം വരും, കമ്പനി വരും, ഗവൺമെന്റ് ഒക്കെ എല്ലാം വരും. ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി കൂടിച്ചേർന്ന പേഴ്സൺസ്.
ഉദാഹരണമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. These associated person, there is common objective, there is common law, rules and regulations, etc. ഒരു അസോസിയേഷൻ പേഴ്സൺ ആണെങ്കിൽ അവിടെ പൊതുവായ ഒരു നിയമ സംഹിത ഉണ്ടായിരിക്കും. And what is body of individuals? So similar to an associated person, but body of individuals includes only individuals, not all other persons. Body of individuals individuals മാത്രമേ ഉള്ളൂ. And there is no common intention to earn income. ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു കോമൺ ഇന്റൻഷൻ ഇല്ല, പൊതുവായ ഒരു ലക്ഷ്യമില്ല. But they earn some income. Example, our third BCom finance class. It's an example of body of individuals. ഈ third BCom finance class ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അവിടെ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അവിടെ പഠിക്കാൻ വേണ്ടിയുള്ള കൂട്ടാണ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയതല്ല. പക്ഷേ അവിടെ ലാഭത്തിൽ ഇൻകം ഉണ്ടാകാം. തേർഡ് ബികോം ഫിനാൻസ് F1 ക്ലാസ് ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുന്നു, കോമൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് അടിച്ചു. തേർഡ് ബികോം F1 ക്ലാസ് ടാക്സ് അടയ്ക്കണം. In the case of association person, there is a common intention of earning profit. But in the case of body of individuals, there is no such common intention of earning profit. In the case of association person, it includes individuals, firm, company, etc. But body of individuals includes only individuals. See, association person and a body of individuals. Next, the term person includes artificial juridical persons. What is artificial juridical persons? Entity other than natural persons, created, accredited, recognized by law. For example, university, panchayat, local authorities, municipalities, port trust, all and all are examples of artificial juridical persons. നാച്ചുറൽ പേഴ്സൺസിന് അല്ലാതെ ഒരു നിയമത്തിന് മുൻപിൽ കൃത്യമായി നിലനിൽപ്പുള്ള ഒരു സംവിധാനമാണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡന്റിറ്റിയുള്ള ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. നമ്മുടെ മാള പഞ്ചായത്ത്, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ഇതൊക്കെ എൻ്റെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, എവരി അതർ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. മേലെ വിവരിക്കാത്ത എന്തൊക്കെ നേരത്തെ പറഞ്ഞത്? ഫസ്റ്റ് ഇൻഡിവിജ്വൽ, സെക്കൻഡ് ഹിന്ദു ആൻഡ് ഫാമിലി, തേർഡ് ഫേം, ഫോർത്ത് കമ്പനി, ഫിഫ്ത്ത് AOP or body of individuals, sixth artificial juridical persons, then any other entities other than the above. നേരത്തെ പറഞ്ഞതിന് പുറമെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദു ദേവൻ, ഹിന്ദു ദേവത, ദേവസ്വംസ്, ഗവൺമെന്റ് ദേവസ്വംസ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷെ സ്വകാര്യ അമ്പലങ്ങള് അവിടുത്തെ ഹിന്ദു ദേവനും ദേവതയും ഇൻകം ടാക്സ് അടയ്ക്കണം. These are included under the term of person. We can revise who are covered under person. First individual, second Hindu and family, third company, fourth a firm, fifth association person of body of individuals, then artificial juridical persons, then every artificial juridical persons not falling with any of the preceding categories. ഡെഫിനേഷൻ കണ്ടാൽ അറിയാം, ഇൻകം ടാക്സ് ആരും വിടുന്നില്ല. ഈ ഡെഫിനേഷനിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ഇൻകത്തിന് ടാക്സ് അറിയണം. സോ താങ്ക് യു.